സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോഡലുമായ പ്രിയ സിംഗ് യുവാക്കളുടെ ഇടയിലെ ഇഷ്ടതാരമാണ്. അവരിപ്പോൾ ആൺസുഹൃത്ത് കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയുമായി രംഗത്തെത്തി. മഹാരാഷ്ട്രയിലെ താനെയിലാണ് സംഭവം. മഹാരാഷ്ട്രയിലെ ഉന്നത ഉദ്യോഗസ്ഥന്റെ മകനെതിരെയാണ് പരാതി. 26-കാരിയായ യുവതിയെ ക്രൂരമായി മർദ്ദിച്ച ശേഷമാണ് കാറിടിച്ച് തെറിപ്പിച്ചതെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് അന്വേഷണത്തിൽ അലംഭാവം കാട്ടുന്നതായും യുവതി ആരോപിക്കുന്നുണ്ട്. മഹാരാഷ്ട്ര റോഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ MD അനിൽ ഗൈക്വാദിന്റെ മകൻ അശ്വജിത് ഗൈക്വാദിനെതിരെയാണ് പ്രിയ സിംഗ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡിസംബർ 11-നാണ് സംഭവമെന്ന് പരാതിയിൽ പറയുന്നു. അശ്വജിത് തന്റെ കാമുകനാണെന്നാണ് യുവതിയുടെ അവകാശവാദം. പുലർച്ചെ 4:30 യുവാവ് വിളിച്ചതനുസരിച്ചാണ് കാണാൻ പോയത്. എന്നാൽ അശ്വജിത് അവഹേളിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. മുഖത്തടിക്കുകയും കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും ചെയ്തു. തള്ളിമാറ്റാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു. മുടിയിൽ കുത്തിപ്പിടിച്ച് നിലത്തേക്ക് തള്ളിയിട്ടു. ഇതിനു പിന്നാലെ അശ്വജിത്തും സുഹൃത്തും കാറിൽ കയറി. തന്റെ ഫോണും ബാഗും എടുക്കാനായി കാറിനടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ ദേഹത്തുകൂടി കാർ ഓടിച്ചു കയറ്റാനാണ് അശ്വജിത്ത് ഡ്രൈവറോട് ആവശ്യപ്പെട്ടത്. പിന്നാലെ കാലിന് മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റിയെന്നും പ്രിയ സിംഗിന്റെ പരാതിയിൽ പറയുന്നു. അക്രമത്തിൽ വലതുകാലിന് പൊട്ടലുണ്ടായി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാലിൽ കമ്പിയിട്ടു. മർദ്ദനത്തിൽ ദേഹമാസകലം മുറിവേറ്റു. കൈകളിലും പുറത്തും വയറിലും ഉൾപ്പെടെ പരിക്കുകളുണ്ടെന്നും ആദ്യം പരാതി നൽകിയപ്പോൾ പോലീസ് കേസെടുക്കാൻ കൂട്ടാക്കിയില്ലെന്നും പ്രിയ സിംഗ് ആരോപിക്കുന്നു. പരാതി നൽകാതിരിക്കാൻ അശ്വജിത്തും സുഹൃത്തുക്കളും ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട്. തനിക്കുണ്ടായ ദുരനുഭവം ചിത്രങ്ങൾ സഹിതം ഇവർ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചതോടെയാണ് പോലീസ് കേസെടുത്തത്. അശ്വജിത്ത് അടക്കം 3 പേർക്കെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആദ്യം കേസെടുക്കാൻ തയ്യാറായില്ലെന്ന ആരോപണം തെറ്റാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഇൻസ്റ്റാഗ്രാമിൽ 10 ലക്ഷത്തിലേറെ ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസറാണ് പ്രിയ സിംഗ്. കഴിഞ്ഞ 4.5 വർഷമായി അശ്വജിത്തുമായി അടുപ്പമുണ്ടെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രിയ തന്റെ സുഹൃത്ത് മാത്രമാണെന്നും കാമുകിയല്ലെന്നും അശ്വജിത്ത് പറയുന്നു. സംഭവ സമയം പ്രിയ മദ്യപിച്ചാണ് ഹോട്ടലിലേക്ക് വന്നതെന്നും ഇയാൾ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, News 18.